ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഫോർ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒട്ടുമിക്ക വീഡിയോസും സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഹെയർ കെയർ ഉണ്ടെന്നാലും അത് വളരെ ചുരുക്കമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഹെയർ കെയർ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്ന് കരുതും, പക്ഷേ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടും പിന്നെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ടും തന്നെ എനിക്കിപ്പോഴും ചെയ്യാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളൊരു ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചു വെച്ചിട്ട് ഒത്തിരി നാളായി. ഇതാണ് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റാണ് കേട്ടോ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫേഷ്യൽ കിറ്റാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. വൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത് സ്യൂട്ട് ആവുകയാണെങ്കിൽ ഇനി നമുക്കത് വാങ്ങിച്ച് നോക്കാം എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ വാങ്ങിയതായിരുന്നു. ഈ സംഭവം കൈ കിട്ടുന്ന സമയത്ത് ഇത് ഞാൻ പർപ്പിളിൽ നിന്നായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ ഷോർട്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ സാധനം ഞാൻ ഇവിടെ ഇരിക്കുന്നത് മറന്നു പോയതാണ് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ളത്. കാരണം ഇപ്പോൾ കുറച്ചധികം നാളായി ഞാൻ സ്കിന്നിലേക്ക് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു കൈൻഡ് ഓഫ് നമുക്കതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഇത് വരുമല്ലോ, നമുക്കൊരു മൂഡ് വരുമല്ലോ. അങ്ങനത്തെ ഒരു ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനതൊക്കെ ഇങ്ങനെ സ്കിപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപേ ഈ ഒരു ഫേഷ്യൽ കിറ്റിനെ കുറിച്ചല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനൊന്ന് പെട്ടെന്ന് പറയാം, എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ നെറ്റിപ്പട്ട മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും ഒരുപാടധികം മെസ്സേജസ് വരുന്നുണ്ട്. മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, റേറ്റ് എത്രയാ, പിന്നെ ഒരുപാട് ഡൗട്ട്സൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വാട്സാപ്പിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിൽ കമൻസും വരുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ അടിയിലാണ് എനിക്ക് കൂടുതലും കമൻസ് വരുന്നത്. എങ്ങനെയാണ് വാങ്ങിക്കുക, അല്ലെങ്കിൽ അയച്ചു തരാമോ, എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. യൂട്യൂബ് ചാനലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഞാൻ വാട്സാപ്പിൻ്റെ നമ്പറും അതേപോലെ ഇൻസ്റ്റഗ്രാം ID ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ഇൻസ്റ്റഗ്രാം ഇല്ലയെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ഈ കഴിഞ്ഞ ഇതിൽ ഞാൻ കുറച്ച് ഐറ്റംസ് ഞാൻ ഡിസ്പാച്ച് ചെയ്തു. അവർക്കത് റിസീവായി, അവർ മെറ്റീരിയൽസൊക്കെ എത്ര പെട്ടെന്നാണ് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കിട്ടി 2 ദിവസത്തിനുള്ളിൽ എനിക്ക് നെറ്റിപ്പട്ട ഉണ്ടാക്കിയിട്ട് ഫോട്ടോസ് അയച്ചു തരും. ഭയങ്കര രസമായിട്ട് അയച്ചു തരും, നല്ല രസമാണ്. അപ്പോൾ ഈ ഫോട്ടോസെല്ലാം ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ കോള് വിളിക്കുന്നുണ്ട് എനിക്ക്. അപ്പം ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബൈ പ്രൊഫഷൻ ഐ എം എ റേഡിയോഗ്രാഫർ. അതുകൊണ്ട് തന്നെ ഞാൻ പകൽ ഫുള്ള് ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആയിരിക്കും. ഒബ്വിയസ്ലി നമുക്ക് പേഷ്യൻറ്റിനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോണിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും കോള് വിളിക്കരുത്. അതേപോലെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു ഡിലേ ഉണ്ടാവും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനായിട്ട്. പക്ഷെ ഞാനങ്ങനെ റിപ്ലൈ കൊടുക്കാത്തതായിട്ട് ആരുമില്ല. പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. നിങ്ങൾ മെസ്സേജ് അയച്ച് ഒബ്വിയസ്ലി ഞാൻ റിപ്ലൈ തരില്ല എന്നല്ല, തരാതിരുന്നിട്ടുമില്ല. പക്ഷേ കുറച്ച് സമയമെടുക്കും. കാരണം ഞാൻ ഒരു ഈവനിങ് ഒക്കെ ആവും ഞാൻ ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവർക്ക് അപ്പം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അല്ല പകൽ സമയത്തൊരു മോർണിംഗ് ആ സമയത്തും ഒക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കോളൊന്നും വിളിക്കരുത് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തായാലും നമുക്ക് ഫേഷ്യലിലോട്ട് പോവാം. ഇതാണ് കേട്ടോ നമ്മളുടെ ആ ഒരു ഫേഷ്യൽ കിറ്റ്. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റാണ്. ഇതിനകത്ത് 5 പാക്കറ്റ്സ് ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ തന്നെ അതിൻ്റെ പുറത്ത് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കണേ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് സ്കിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത്, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മാമ എർത്തിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് റൈസ് വാട്ടറിൻ്റെ
ആ ഒരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അത് കുറച്ച് സമയം, അത് നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസി അതുകൊണ്ട് തന്നെ കുറച്ച് മതി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഈ ഒരു ഫേഷ്യൽ കിറ്റിലുള്ളത് ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ക്ലെൻസർ നമ്മളൊരു നനഞ്ഞ ശേഷം, അതായത് മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച ശേഷം അപ്ലൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 3 to 5 മിനിറ്റ്സോളം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം വാഷ് ചെയ്ത് കളയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഈ ഒരു ക്ലെൻസർ ഉള്ളത്. അത്യാവശ്യം നല്ലൊരു തിക്കാണ്, അതേപോലെ ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലാണ്. ഒരു മൈൽഡ് സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊരു രണ്ട് പേർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും ക്വാണ്ടിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ എല്ലാ പാക്കറ്റ്സിലും. അപ്പോൾ ഞാൻ ദേ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൽ മാത്രമല്ല, നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് അതിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നെക്കിലും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഫേസിൽ മാത്രമല്ല നെക്കിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഒരു 3 to 5 മിനിറ്റ്സോളം നല്ലൊരു മസാജ് കൊടുക്കുന്നുണ്ട്. അത് വാഷ് ചെയ്ത ശേഷം ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബാണ്. ഈ ഒരു സ്ക്രബും അതിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു 3 to 5 മിനിറ്റ്സോളം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ചെറിയ ചെറിയ ഗ്രാനുൾസൊക്കെ വരുന്നുണ്ട്. അതിൽ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഈ ഒരു സ്ക്രബ് ഉള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാത്തിനും ഒരു മൈൽഡ് സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര സ്ട്രോങ് സ്മെല്ലുള്ള ഒരു ഫേഷ്യൽ കിറ്റൊന്നുമല്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഫസ്റ്റ് ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഒരു ചെറിയ രീതിയിലൊരു ബേണിങ് സെൻസേഷൻ എനിക്ക് ഫീൽ ചെയ്തു. അത് ഉള്ളതാണോ അല്ല എനിക്ക് മാത്രം ഫീൽ ചെയ്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ അപ്ലൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ സെയിം ക്വാണ്ടിറ്റിയിൽ ഞാൻ ഇത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം ഒരു 3 to 5 മിനിറ്റ്സ് അതിൽ പറഞ്ഞതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത ശേഷം അതും നമുക്ക് വാഷ് ചെയ്ത് കളയാം. മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ടോണറാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് ഇതും ഒരു 3 to 5 മിനിറ്റ്സോളം നമ്മൾ ഫേസിൽ നന്നായിട്ടൊരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതും ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാണ്. അത്യാവശ്യം വലിയ തിക്കും അല്ല വലിയ ലൂസും അല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോഴേ ഞാൻ സ്ക്രബ് ചെയ്തപ്പോഴത്തേക്കും കുറച്ചൊന്ന് എൻ്റെ കണ്ണിലോട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയപ്പോഴത്തേക്കും അതൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ണ് ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് കണ്ണിലൊന്നും പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻ വരുവാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകിക്കളയാം. അപ്പോൾ ടോണർ ഇതേപോലെ അപ്ലൈ ചെയ്തു. നന്നായിട്ട് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ വായിലും പോയി കുറച്ച്. നന്നായിട്ട് നെക്കിലും ഫേസിലും അപ്ലൈ ചെയ്തു. ഒന്നല്ലെങ്കിൽ നമുക്കിത് കഴുകിക്കളയാം, അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ളത് തുടച്ചെടുക്കാനാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് ക്രീമാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും എൻ്റെ ആ കണ്ണിൽ സ്ക്രബ് പോയപ്പോഴത്തേക്കും എൻ്റെ കണ്ണ് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നീറ്റലും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ചെറിയൊരു റെഡ്നെസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രീം പറഞ്ഞേക്കുന്നത് ഒരു 12 to 15 മിനിറ്റ്സോളം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ സർക്കുലർ മോഷനിലോ നമുക്ക് മുകളിലോട്ടും താഴോട്ടൊക്കെ ആയിട്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ മസാജ് ചെയ്യൂലേ, അതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നന്നായിട്ട് നല്ലപോലെ തിക്കായിട്ട് തന്നെ ഫേസിലും നെക്കിലും ഒരേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലായിട്ടാണ് കേട്ടോ തോന്നിയത്. ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും നമുക്കൊന്നല്ലെങ്കിൽ റിൻസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വൈപ്പ് ചെയ്തെടുക്കാം. അഞ്ചാമത്തത് ഒരു ലാസ്റ്റത്തെ മാസ്കാണ് കേട്ടോ. ഇതൊരു മഡ് മാസ്കാണ്. ഭയങ്കര കട്ടിയുള്ള ഒരു നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഒരു മാസ്കാണ് കേട്ടോ. ഇതിനി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വിടുകയാണ് കേട്ടോ. ഇതൊരു 15 മിനിറ്റ്സോളം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ലീവ് ചെയ്യാനാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. എല്ലാം അപ്ലൈ ചെയ്യുന്നതെല്ലാം എൻ്റെ ആ സെയിം കണ്ണിലോട്ട് തന്നെയാണ് കേട്ടോ ആകുന്നത്. മുടിയിലായി ആ മുടി എൻ്റെ കണ്ണിലൊക്കെ പോയി.
കണ്ണ് നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഇറിറ്റേഷൻ ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ മഡ് മാസ്ക് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഞാൻ ഈ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് അതേപോലെ തന്നെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സോളം നമുക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഉണങ്ങിയ ശേഷം നമുക്കത് വാഷ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് വെച്ചിട്ടില്ല, അപ്പോഴത്തേക്കും ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞ് വന്ന്, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വലിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വാഷ് ചെയ്ത് കളയാമെന്നുള്ളത്. ഇത് മഡ് മാസ്ക് ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്തെടുക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം ഇത് കുറച്ചൊരു ഇങ്ങനെ പശപ്പുള്ള ഒരു ഇതല്ലേ. പിന്നെ എന്തായാലും വാഷ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ 5 സ്റ്റെപ്പിൽ വരുന്ന ഫേഷ്യൽ കിറ്റ് നമ്മളിത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ട്രൈ ചെയ്ത ശേഷം എനിക്ക് എന്താ തോന്നിയെന്നുള്ളത് ഞാൻ പറയാം. ആദ്യത്തെ 4 സ്റ്റെപ്പ് ചെയ്തപ്പോഴത്തേക്കും സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണമെന്ന് തോന്നി. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത മഡ് മാസ്ക് ആണല്ലോ, അത് ഇട്ടപ്പോഴത്തേക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഡായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് സ്കിന്നിങ്ങനെ കുറച്ചൊന്ന് വലിയുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് വാഷ് ചെയ്ത ശേഷം സ്കിൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആവണതുപോലെ കുറച്ചൊരു റഫായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇത് മഡ് മാസ്കും കൂടെ ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഒരു മോയ്സ്ചറൈസർ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ സ്കിന്ന്. എനിക്ക് പേഴ്സണലി എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഓയിലി മോയ്സ്ചറൈസായിട്ടിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്ന് ഇപ്പോഴും അതേ ആ ഒരു റഫ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മളൊരു മോയ്സ്ചറൈസർ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ, ഫുൾ സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.